കേരളത്തിൽ ആദ്യമായി ഒത്തൻറ്റിക് ഗോവൻ സോസേജ് റെസിപ്പി. ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് അശ്വിനാണ്. ഇത് ഗോവയിൽ മാത്രമേ കിട്ടത്തുള്ളൂ, നമ്മുടെ നാട്ടിൽ കിട്ടില്ല. ഇത് ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഈ കാട്ടുരുവിയുടെ നടുക്കാണ്. ഞങ്ങളോടൊപ്പം നവീനും സുബിനും ഉണ്ട്. വെൽക്കം ടു മൈൽസ് മീൽസ് ആൻഡ് മോർ. സോസേജ് നമ്മൾ തെർമോക്കോൾ ബോക്സിനകത്തിട്ട് ഐസ് പാക്ക് അതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്യൂർഡ് സോസേജ് നമുക്ക് 2-3 ആഴ്ച പുറത്തൊക്കെ വെക്കാം. ഞങ്ങൾ പക്ഷേ വാങ്ങിച്ചപ്പോൾ നേരെ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് പിന്നെ അത് തുടർന്ന് ഫ്രിഡ്ജിൽ തന്നെ വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തും വെക്കാം 2-3 ആഴ്ച വരെ. ഇതാ ഐസ് പാക്ക്, ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഈ സോസേജ് കേസിങ്ങിനകത്തുനിന്ന് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് പുറത്തെടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൂല് വെച്ചാണ് ഇവരിങ്ങനെ കെട്ടിയിരിക്കുന്നത്, സാധാ നൂല് വെച്ച്. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് നൂലൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. പിച്ചാത്തി വെച്ചോ സിസേഴ്സ് വെച്ചോ ഒക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിച്ചാത്തി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്തു. കണ്ടോ? അത് കഴിയുമ്പോൾ പിന്നെ എല്ലാം എളുപ്പമാണ്. കണ്ടോ? ഇങ്ങനെ അങ്ങ് ഇളകിപ്പോരും. നമുക്കിത് കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം. ഇത് ആക്ച്വലി ഇതിനകത്ത് ഇനിയും ഒന്നും നമുക്ക് മസാലയൊന്നും ആഡ് ചെയ്യേണ്ട. ഉപ്പും ഗോവൻ സ്പൈസസും എല്ലാം ഇതിനകത്ത് ഓൾറെഡി ആഡ് ചെയ്തതാണ്. അന്നേരം ഡയറക്റ്റായിട്ട് നമുക്ക് ഇനി കുക്ക് ചെയ്താൽ മതി. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് സ്പൈസസിൻ്റെ ഒക്കെ. തുടങ്ങാം. സോസേജിനകത്ത് നല്ലപോലെ ഫാറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഒരു തുള്ളി പോലും എണ്ണ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് സോസേജ് നമുക്ക് പാനിലേക്ക് ഇടാം. സവോള ഇടാം, പൊട്ടറ്റോ ഇടാം. നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളും സവാള ഒന്ന് വഴറ്റിയിട്ടല്ലേ ഇടുന്നത്. ഇതിനകത്ത് ഇത്രയധികം ഓയിലുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യം വഴറ്റത്തില്ല, ഇതിൻ്റെ ഒപ്പം കിടന്ന് ഇത് കുക്കാകുകയാണ് ചെയ്യുന്നത്. പിന്നെ പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ആയിട്ടുണ്ട് പൊട്ടറ്റോ ഒക്കെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടൊമാറ്റോ ഇടാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് തോന്നി, അപ്പോൾ അത് കുറച്ച്. നിങ്ങളപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ഇടാം. പ്രാവശ്യം പൊട്ടറ്റോ ഇച്ചിരി കൂടുതലിട്ട്, അതുകൊണ്ടാണ്. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി.
ഗോവൻ സോസേജ് ആക്ച്വലി പ്യുവർ പോർക്ക് സോസേജാണ്. അപ്പം നമ്മൾ യാതൊരു മസാലയൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് ഭയങ്കര ഫ്ലേവർഫുള്ളാണ്, സൂപ്പർ ടേസ്റ്റി. അപ്പം ഞാൻ ആക്ച്വലി ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ആയതുകൊണ്ടാണ് പത്തിരി കഴിച്ചത്, പത്തിരി കൂട്ടി കഴിച്ചത്. ഇത് രണ്ടുപേരും ബ്രെഡും ചപ്പാത്തിയും കൂടി അവർ കഴിച്ചു. അപ്പം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇത്ര ടേസ്റ്റി ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ റൈസിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ബിരിയാണി, നമുക്ക് ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഈ സോസേജ് ഇതിനകത്തിട്ടുള്ള അതുപോലെ ആഡ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാം. നല്ല അടിപൊളി ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ കാട്ടിനുള്ളിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് ഇനിയും വരാം. ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു അശ്വിൻ ചേട്ടാ. താങ്ക് യു അശ്വിൻ. ഈ വഴികളിലൊന്നും പൊതുവെ തീരെ ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാം. അതുപോലെ പ്രകൃതി രമണീയമായ റോഡെന്ന് പറയാം. പല സ്ഥലത്ത് നമ്മൾ ആനപ്പിണ്ടങ്ങൾ കണ്ടിട്ടുണ്ട്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഏതോ വന്യജീവിയുടെ, അതെ, വന്യജീവിയാണോ അതോ പോത്തിൻ്റെ ആണോ എന്തിൻ്റെ ഒരു എല്ല് ഇവിടെ കണ്ടു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.